വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം. ദുബായിലോ അബുദാബിയിലോ ഡെലിവറി ബോയ് ആവാം. മാസം 80,000 മുകളിൽ വരുമാനം നേടാം. നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യാത്രാ ദുരിതം. പാഞ്ഞാൾ വെട്ടിക്കാട്ടിരി റോഡിൽ വാഴവെച്ച യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. റോഡ് നവീകരണത്തിൽ പഞ്ചായത്ത് ഭരണസമിതി തികഞ്ഞ അലംഭാവമാണ് കൈക്കൊള്ളുന്നതെന്നും ആരോപണം. യാത്രാ ദുരിതത്തിന് ഉടൻ ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ എന്ന് മുന്നറിയിപ്പ്. ഷൊർണൂർ ബസ് സ്റ്റാൻഡിലെ പൂവാല ശല്യവും തിരക്കും യാത്രക്കാരെ ബാധിക്കുന്നു. നടപടികളുമായി പോലീസ്. വിദ്യാർത്ഥികൾ സമീപത്തെ ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് കയറണമെന്നും സ്റ്റാൻഡിലെത്തി യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ മാത്രം സ്റ്റാൻഡിലെത്തിയാൽ മതിയെന്നും പോലീസ് നിർദ്ദേശം. കരാറുകാരനെ തേടി ഷൊർണൂർ റെയിൽവേ. പുതിയ പാർക്കിംഗ് ഏരിയ ഏറ്റെടുക്കാൻ കരാറുകാരൻ ഇല്ല. ഏറ്റെടുത്ത കരാറുകാരൻ കരാർ ഉപേക്ഷിച്ചു. സുരക്ഷയില്ലാതെ വാഹന പാർക്കിംഗ്. വാർത്തകൾ വിശദമായി. 3 വർഷമായി യാത്രാ ദുരിതം നേരിടുന്ന വെട്ടിക്കാട്ടിരി പാഞ്ഞാൾ റോഡിൽ വാഴവെച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. റോഡ് നവീകരണത്തിൽ തികഞ്ഞ അലംഭാവമാണ് പഞ്ചായത്ത് ഭരണസമിതി കൈക്കൊള്ളുന്നതെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ശാശ്വത പരിഹാരം ഉടൻ കണ്ടില്ലെങ്കിൽ തുടർ സമരവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പാഞ്ഞാൾ മണ്ഡലം സെക്രട്ടറി അഭിജിത്ത് അധ്യക്ഷത വഹിച്ചു. UDF ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നിശ്ചയിച്ച റോഡ് നിർമ്മാണം LDF ഭരണസമിതി PWD വകുപ്പിന് കൈമാറുകയും എന്നാൽ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ ഉത്തരവാദിത്വമോ റോഡ് നിർമ്മാണത്തെക്കുറിച്ചുള്ള അറിവോ ഇല്ലാത്ത തരത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ടു പോകുന്നതെന്നും സാധാരണക്കാരുടെ യാത്രാ ദുരിതത്തിന് ഉടനടി നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ തുടർ സമരവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തുണ്ടാകുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ആശ്രയിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും മനോഹരമായി നമ്മുടെ നാട്ടിൽ റോഡ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അതിൽ രാഷ്ട്രീയ കക്ഷിഭേദമന്യേ എല്ലാവരും അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. നമുക്കറിയാം, കഴിഞ്ഞ UDF ഭരണസമിതി കഴിഞ്ഞ 5 വർഷക്കാലം മണലാടി മുതൽ നമ്മുടെ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തി വരെ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ റോഡ് മനോഹരമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു BJP പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ LDF പ്രതിപക്ഷത്തിനോ UDF ഭരണസമിതിക്ക് എതിരെ ഈ പാഞ്ഞാൾ റോഡ് ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധിക്കാനോ ഒരു പത്രക്കട്ടിംഗ് പോലും ഇവിടെ പാഞ്ഞാളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അത്രയേറെ ഈ നാടിന്റെ വികസനത്തിനു വേണ്ടി, ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ച UDF ഭരണസമിതി അതിനുശേഷം LDF ഭരണസമിതി വന്നതിനു ശേഷം ഈ റോഡ് PWD വകുപ്പിന് കൈമാറുകയും ആ വകുപ്പിന് കൈമാറിയതിനു ശേഷം കോടിക്കണക്കിന് രൂപ ഈ റോഡിന് വകയിരുത്തുകയും അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ 4 വർഷത്തോളമായി ഈ റോഡ് എടുത്ത കരാറുകാരന്റെ ധിക്കാരവും ധാർഷ്ട്യവും ആണ് ഈ റോഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ വെട്ടത്ത്, മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TK വാസുദേവൻ, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ KK ഫസലു, TP മോഹനൻ, അഫീർ, ഗോകുൽദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ ബസ് സ്റ്റാൻഡിലെ പൂവാല ശല്യവും തിരക്കേറുന്നതും വിദ്യാർത്ഥികളെയും യാത്രക്കാരെയും ബാധിക്കുന്നത് പരിഹരിക്കാൻ നടപടിയുമായി പോലീസ്. വൈകിട്ട് സ്കൂൾ വിട്ടാൽ സ്റ്റാൻഡിലെത്താതെ പോകാവുന്ന വിദ്യാർത്ഥികൾ സ്കൂളിന് സമീപത്തെ സ്റ്റോപ്പിൽ നിന്നും ബസ് കയറണമെന്നും സ്റ്റാൻഡിൽ വന്ന് ബസ് കയറേണ്ട വിദ്യാർത്ഥികൾ മാത്രം സ്റ്റാൻഡിലെത്തിയാൽ മതിയെന്നും പോലീസ് നിർദ്ദേശിച്ചു. യാത്രയ്ക്കല്ലാതെ ബസ് സ്റ്റാൻഡിൽ സംഘടിക്കുകയും യാത്രക്കാർക്കും പെൺകുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നതായിരുന്നു പരാതി. പ്രശ്നം പരിഹരിക്കാനായി പോലീസ്, PTA, ബസ് ഉടമ, ബസ് ജീവനക്കാരുടെ പ്രതിനിധികളുമായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഷൊർണൂർ സെന്റ് തെരേസ് സ്കൂൾ, KVR ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ കുട്ടികൾ ക്ലാസ് വിട്ട ശേഷം സ്റ്റാൻഡിലേക്ക് പോകരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. മുണ്ടായ, പരുത്തിപ്പുറ ഭാഗത്തേക്കുള്ളവർക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറാം. കുന്നുംപുറം മുനിസിപ്പാലിറ്റി, പൊതുവാൾ ഷോപ്പുകളിൽ നിന്നും അവരവരുടെ ഭാഗത്തേക്ക് ബസ്സുകളിൽ കയറിപ്പോകണമെന്നും അധ്യാപകർ ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്നും യോഗം തീരുമാനിച്ചു. ബസ്സുകൾ എല്ലാം സ്റ്റോപ്പുകളിൽ നിർത്തി വിദ്യാർത്ഥികളെ കൊണ്ടുപോകാനും നിർദ്ദേശിച്ചു. വിദ്യാർത്ഥികളെ സ്റ്റാൻഡിൽ ഇറക്കിവിട്ട ശേഷം മുതിർന്ന ആളുകളെ മാത്രം സ്കൂളുകൾക്ക് സമീപം ഇറക്കിപ്പോകുന്നത് അനുവദിക്കാനാവില്ലെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പുതിയ പാർക്കിംഗ് ഏരിയ ഏറ്റെടുക്കാൻ കരാറുകാരില്ല. ഏറ്റെടുത്ത കരാറുകാരൻ ഉപേക്ഷിച്ചു പോയതോടെയാണ് പുതിയ കരാറുകാരെ കണ്ടെത്താനാവാത്തത്. 100 കണക്കിന് യാത്രക്കാരാണ് വാഹനങ്ങൾ സുരക്ഷയില്ലാതെ
നിർത്തിയിടുന്നത്. 5000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പാർക്കിംഗ് ഏരിയയാണ് കരാറുകാർ ഏറ്റെടുക്കാൻ ആളില്ലാത്തത്. ഏറ്റെടുത്തവർ കഴിഞ്ഞ ദിവസം ഉപേക്ഷിക്കുകയും ചെയ്തു. 1 മാസത്തോളം മാത്രമാണ് കരാറുകാർ പ്രവർത്തിച്ചത്. യാത്രക്കാരും കരാറുകാരുമായി ദിവസവും തർക്കങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. മേൽക്കൂരയില്ലാത്ത പാർക്കിംഗ് ഏരിയയിൽ നൂറുകണക്കിന് വാഹനങ്ങൾ നിർത്തിയിടാനാവുമെങ്കിലും സുരക്ഷയില്ലെന്നാണ് പരാതി. ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ആവശ്യമുണ്ട്. അമൃത് ഭാരത് പദ്ധതി വഴി വലിയ സൗകര്യങ്ങൾ സ്റ്റേഷനിൽ ഒരുക്കിയെങ്കിലും പാർക്കിംഗ് ഇപ്പോഴും വലിയ പരാതികൾക്കിടയാക്കുകയാണ്. സമീപത്തെ സ്വകാര്യ പാർക്കിംഗ് ഏരിയയിൽ പോലും മേൽക്കൂരയും സുരക്ഷാ ക്രമീകരണങ്ങളും നൽകുമ്പോഴാണ് റെയിൽവേ ഇക്കാര്യം ശ്രദ്ധിക്കാത്തതെന്നും പരാതിയുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അമ്പലപ്പാറ പ്രവാസി സഖാക്കൾ ചാരിറ്റബിൾ സൊസൈറ്റി SSLC +2 വിജയികളെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ P. റസാഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് KP രഞ്ജിത്ത് അധ്യക്ഷനായി. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CC രാജൻ, ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി A. ലത്തീഫ് എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗം K. ആസീസ് നന്ദി പറഞ്ഞു. രക്ഷാധികാരി S. സുനിൽ, ജോയിന്റ് സെക്രട്ടറി CC കൃഷ്ണപ്രസാദ്, പ്രവാസി സഖാക്കൾ ചാരിറ്റബിൾ സൊസൈറ്റി അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പത്തിരിപ്പാല പ്രിയദർശിനി ട്യൂഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും പഠനോപകരണങ്ങളുടെ വിതരണവും സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി K. തുളസി ഉദ്ഘാടനം ചെയ്തു. വന്ന വഴി മറക്കാതിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉന്നതിയിലേക്ക് എത്തിപ്പെടാനാകൂ എന്ന് KPCC ജനറൽ സെക്രട്ടറി K. തുളസി പറഞ്ഞു. ഒരു സ്കൂളിൽ പഠിക്കാൻ പോവുകയാണെങ്കിലും കോളേജിൽ പഠിക്കാൻ പോവുകയാണെങ്കിലും അത് സർക്കാർ വിദ്യാലയമാണെങ്കിൽ കൂടി നമുക്ക് ചെലവുകളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യൂണിഫോം എടുക്കണം, യൂണിഫോം ഇല്ലെങ്കിൽ മറ്റ് ഡ്രസ്സുകൾ എടുക്കണം, അതുപോലെ പുസ്തകങ്ങൾ വാങ്ങിക്കണം, മറ്റ് പഠനോപകരണങ്ങൾ വാങ്ങിക്കണം, പുതിയ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ യാത്രാ ചെലവുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും, അതുപോലെ ബാഗ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, ഇതൊക്കെ തന്നെ വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടായാലേ നടക്കുകയുള്ളൂ. ഇന്നത്തെ ഒരു സാമ്പത്തിക സാഹചര്യം നമ്മുടെ നാട്ടിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പകലന്തിയോളം പണിയെടുത്താലും മാതാപിതാക്കൾക്ക് വീടിനകത്തെ ചെലവുകൾ നടത്തിപ്പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മുടെ എല്ലാ സാധനങ്ങൾക്കും ക്രമാതീതമായിട്ട് വില വർദ്ധിച്ചതുകൊണ്ട് തന്നെ. ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PP പാഞ്ചാലി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് വിജയരാഘവൻ, AVM ബഷീർ, ബ്ലോക്ക് സെക്രട്ടറി അബ്ദുൾ റഷീദ്, UP രവി, രാമൻ തെക്കേക്കര, പാർവതി, ഇന്ദിര, ദീപ സുനിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ മുള്ളൂർക്കര ഇരുനിലങ്കോട് മഹാദേവ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് PS രാഘവൻ വിദ്യാർത്ഥികൾക്ക് മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി. സെക്രട്ടറി MP വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ VK ശിവദാസൻ ചടങ്ങിന് നന്ദിയും പറഞ്ഞു. വടനകൃഷി RB കലാസമിതി ആൻഡ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ SSLC +2 LSS USS ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് K. ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ SSLCയും +2വും 2 അളവുകോലിൽ വിജയികളായിട്ടുള്ള ആളുകളെ അനുമോദിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചേർന്നിട്ടുള്ളത്. ഞാൻ SSLC ഇടത്തരത്തിൽ അന്നൊക്കെ പാസ്സായി. ഫസ്റ്റ് ക്ലാസ്സാണ് അന്ന് കേവം, അതൊന്നും എത്തിയില്ല, എങ്കിലും പാസ്സായി കിട്ടി. അന്നത്തെ ധാരണ പ്രീ ഡിഗ്രി പഠിച്ചാൽ സംസ്കൃതത്തിൽ പഠിച്ചാൽ മാഷാപ്പാന്നാണ്. ചടങ്ങിൽ CP രാമൻ അധ്യക്ഷത വഹിച്ചു. അധ്യാപകനായ വൈശാഖ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ജലജ ശശികുമാർ അനുമോദന സന്ദേശം നൽകി. പ്രമുഖ സൈക്കോളജിസ്റ്റ് ഡോക്ടർ മല്ലിക മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. RB കലാസമിതി പ്രസിഡന്റ് രമേശ് സ്വാഗതവും സെക്രട്ടറി രാജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുത്തന്നൂർ അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ S. ശ്രീലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് S. സുനേഷ് അധ്യക്ഷത വഹിച്ചു. തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ PP ഉല്ലാസ്, കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാല സെക്രട്ടറി അജേഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ M. കൃഷ്ണദാസ്, K. രഘു, KV കൃഷ്ണദാസ്, M. ഷീബ, R. വിഷ്ണുദാസ്, R. ദിലീപ്, ലൈബ്രറിയൻ MC അർച്ചന എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി A. നാരായണൻകുട്ടി സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം റീന ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരളശ്ശേരി മുനീശ്വരൻ കോവിലിൽ പ്രതിഷ്ഠാദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. തൃശൂർ ശാന്തർച്ചി പ്രതിഷ്ഠാദിന കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോവിലിൽ മഠത്തിൽ ഒറവിൽ ചിന്നൻ മാസ്റ്ററുടെ മക്കളാണ് നേതൃത്വം നൽകി വരുന്നത്.
ജാതിമത ഭേദമന്യേ നിരവധി ഭക്തരാണ് ഇവിടെ എത്തുന്നത്. ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിച്ചു നൽകുന്നു എന്നതാണ് പ്രത്യേകത. നാട്ടുകാരുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തിവരുന്നത്. തിരുമാന്ധാംകുന്ന് ഭഗവതിയുടെയും കൂട്ടാല ക്ഷേത്രം ഭഗവതിയുടെയും സാന്നിധ്യം കൂടി ഇവിടെയുണ്ടെന്ന് ബന്ധപ്പെട്ട ക്ഷേത്രം നടത്തിപ്പുകാർ അറിയിച്ചു. നട അടച്ച് 7-ാം ദിവസം നട തുറക്കുമെന്നും അറിയിച്ചു. ആണ്ടുകളുടെ പഴക്കം വലിയൊരു പേരാലിൻ്റെ താഴത്തായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 4 വർഷമായിട്ട് ഞങ്ങൾ ചിന്നമാഷയുടെ കുടുംബത്തിൽ നിന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. എല്ലാ വർഷവും ചോതി നാള് ഇടവ മാസത്തിൽ പ്രതിഷ്ഠാ ദിനം ആചരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോവിലിൽ 2017 മുതലാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത്. നിരവധി ഭക്തരാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് എത്തിയത്. ദിവസവും വഴിപാടും പൂജകൾക്കുമായി സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ കൈമകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ജൂൺ 29 നടക്കുന്ന പുനഃപ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായ പ്രസാദൂട്ടിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി, ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ, ക്ഷേത്രം മാനേജർ, പ്രസാദകൂട്ട് കമ്മിറ്റി ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൈമുക്കുമന സുധീഷ് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക. പ്രതിഷ്ഠാ ദിനത്തിൽ രാവിലെ 9-ന് പെരുവനം കുട്ടന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന മേളവും ഉണ്ടാകും. എല്ലാ ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ക്ഷേത്രം ട്രസ്റ്റി രവീന്ദ്രനുണ്ണി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. യാത്രാ ദുരിതം. പാഞ്ഞാൾ വെട്ടിക്കാട്ടിരി റോഡിൽ വാഴവെച്ച യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. റോഡ് നവീകരണത്തിൽ പഞ്ചായത്ത് ഭരണസമിതി തികഞ്ഞ അലംഭാവമാണ് കൈക്കൊള്ളുന്നതെന്നും ആരോപണം. യാത്രാ ദുരിതത്തിന് ഉടൻ ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളെന്ന് മുന്നറിയിപ്പ്. ഷൊർണൂർ ബസ് സ്റ്റാൻഡിലെ പൂവാല ശല്യവും തിരക്കും യാത്രക്കാരെ ബാധിക്കുന്നു. നടപടികളുമായി പോലീസ്. വിദ്യാർത്ഥികൾ സമീപത്തെ ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് കയറണമെന്നും സ്റ്റാൻഡിലെത്തി യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ മാത്രം സ്റ്റാൻഡിലെത്തിയാൽ മതിയെന്നും പോലീസ് നിർദ്ദേശം. കരാറുകാരനെ തേടി ഷൊർണൂർ റെയിൽവേ. പുതിയ പാർക്കിംഗ് ഏരിയ ഏറ്റെടുക്കാൻ കരാറുകാരൻ ഇല്ല. ഏറ്റെടുത്ത കരാറുകാരൻ കരാർ ഉപേക്ഷിച്ചു. സുരക്ഷയില്ലാതെ വാഹന പാർക്കിംഗ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.